ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യലാണ് കേട്ടോ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വാ. മുതലിന് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ക്രയോണിൻ്റെ പാലറ്റാണ്. ഇതിൽ മൊത്തം 6 ഷെയ്ഡ്സാണ് വരുന്നത്. നമുക്ക് കളർ കറക്റ്ററും അതുപോലെ കൺസീലർ അതുപോലെ ഫൗണ്ടേഷനായിട്ടും കോൺടോർ ചെയ്യാനുള്ള ഷെയ്ഡ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. കുറേ എടുത്തിട്ട് നമ്മുടെ ബ്രൈഡലിൻ്റെ മേക്കപ്പ് ചെയ്യില്ലേ, അതുപോലെ അല്ലാണ്ട് ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള PHയുടെ ഐബ്രോ പാലറ്റാണുള്ളത്. അപ്പോൾ അതിൽ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അതുപോലെ നമ്മളെപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഫില്ല് ചെയ്യാണ്ട് ലൈറ്റ് ഷെയ്ഡ് മീൻസ് ഡാർക്ക് ബ്രൗണോ അതല്ലെങ്കിൽ നമ്മുടെ പിരികത്തിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട്. ഇപ്പോൾ ലൈറ്റായിട്ടുള്ള പിരികളുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്നിട്ട് പറയുക ഈ പിരികം ഇങ്ങനെ വരച്ച് എഴുതിയ പോലത്തെ ഫീൽ വരും. അപ്പം നമ്മൾക്ക് കട്ടി കുറവുള്ള പിരികാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ലൈറ്റ് ബ്രൗണോ അങ്ങനെ ഏതെങ്കിലും ഷെയ്ഡ് വെച്ചിട്ട് എന്നിട്ട് പറയുക നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഫൗണ്ടേഷനായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് അത്യാവശ്യം കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇട്ടാൽ തന്നെ നല്ല എന്നിട്ട് പറയുക നല്ല കവറേജ് ഉണ്ട് അതിന്. ഞാനിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അധികം പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക വെള്ളപ്പാണ്ട് പിടിച്ച പോലെ തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോൻ്റെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ട് കറക്റ്റ് എൻ്റെ ഷെയ്ഡിലേക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യുക. എന്തായാലും ടോണറും മോയ്സ്ചറൈസറും പ്രൈമറും എല്ലാം അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് പറയാം മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഐ ഷാഡോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേസിലത്തെ മേക്കപ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ അത് എത്രത്തോളം എടുത്ത് കാണിക്കണമെന്ന് മനസ്സിലായിട്ടാ. മോളുടെ ഫേസും എൻ്റെ ഫേസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടാണ്. നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റിൽ ഇത് ഓവറായിട്ട് എന്താ പറയുക എടുത്ത് കാണിക്കുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ഭൂതത്തിൻ്റെ ലുക്കാണ് ഇതിലുണ്ടാകുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യില്ലേ, അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഏത് ഷെയ്ഡാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ബേസ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ എന്താ പറയുക ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ എന്നിട്ട് പറയുക നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് എന്നാൽ നല്ല അടിപൊളിയായിട്ട് കാണിക്കും നമ്മുടെ ഐ മേക്കപ്പിൽ. പിന്നെ ഞാൻ കോൺടോർ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലേകളുടെ കോൺടോറിങ് എന്താ പറയുക 2 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുച്ചാൽ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും സ്പോഞ്ച് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരു സൈഡാണ് എപ്പോഴും പക്കായിട്ട് കിട്ടാറ്, മറ്റേ സൈഡ് എപ്പോഴും ഫ്ലോപ്പായി പോകാറുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഞാൻ വേറെ ആൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും, പക്ഷേ അത് എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എന്താ ഭയങ്കര വ്യത്യാസം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നൈക്കയുടെ ഒരു കുഞ്ഞു പാലറ്റുണ്ട് ഹൈലൈറ്റും ബ്ലഷും എല്ലാം കൂടെ ആയിട്ട്. പക്ഷേ ഇത് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഹൈലൈറ്റർ മാത്രം അതിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തത് നമ്മൾ എടുത്തില്ലേ പാലറ്റ്, ആ പാലറ്റിൽ നിന്നാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു മാറ്റ് പൗഡർ ഫിനിഷായ കാരണം കൊണ്ട് ആ ഒരു ലുക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബ്ലഷ് ഇടുന്ന കണ്ടിട്ട് അവൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമാണ് ബ്ലഷും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്ക് തരൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അയച്ചാൽ നമ്മൾ ചെയ്യുന്നതല്ല അവർ കണ്ടു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും വരണേ. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്കിൽ ഭയങ്കര ഇഷ്ടമായി, കാരണം എൻ്റെ ഹെയറൊക്കെ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക അല്ലേ? ഞങ്ങൾക്ക് ജലദോഷമാണല്ലേ ജലദോഷം
ബോണീനെ കെട്ടി കൊടുത്ത എല്ലാവർക്കും. കണ്ട കണ്ട ആരെന്നെ കഴിച്ചോ? അനീനെ കണ്ട. ഓക്കെ ബൈ. എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. ബൈ ബൈ.